ഈയിടെയായിട്ട് ചാച്ചനാണ് രണ്ടുപേരെയും കുളിപ്പിക്കണതും ഒരിക്കലൊക്കെ അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് ചാച്ചൻ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മുമ്പ് ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ പിന്നെ രണ്ടുപേരെ നോക്കാനാണോ നിനക്ക് ഇത്ര പാടുന്ന ഡയലോഗ് അടിച്ചിരുന്ന ആളാണ്. ഇപ്പം അതൊക്കെ മാറ്റി പറയേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഇന്ന് പോകുന്നതേ എൻ്റെ മെഡിക്കലാണ്. അപ്പം ഞങ്ങൾ വന്നത് ഇ വിസയിലാണ് കേട്ടോ. ഇ വിസയിൽ വരുമ്പോൾ 2 മാസത്തെ ടൈം പീരീഡ് ഉണ്ട്. അതിനുള്ളിൽ നമുക്ക് എപ്പോഴാണോ ഫണ്ട് റെഡി ആവണേ അപ്പോൾ നമുക്ക് വിസ പ്രൊസീജിയേഴ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ ഇപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. പക്ഷേ ഏതപ്പൻ്റെ ഓൾറെഡി നമ്മൾ മുമ്പേ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാരണം അവൻ്റെ എല്ലാം കംപ്ലീറ്റ് എമിറേറ്റ്സ് സൈഡ് വരെ അവിടെ വന്നിരിപ്പുണ്ടായിരുന്നു കേട്ടോ. അത് കാരണം അന്ന് അമ്മ പോണ സമയം കഴിഞ്ഞപ്പോൾ ഇവനെയും കൂടി കയറ്റി വിടാലോ എന്ന് വിചാരിച്ചിട്ട് ഇവൻ്റെ നേരത്തെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചാച്ചൻ്റെ ഫ്രണ്ട് ടോണിച്ചാറിൻ്റെ അടുത്താണ് നമ്മൾ എല്ലാ കാര്യങ്ങളും വിസയ്ക്കുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആളാണ് നമുക്ക് എല്ലാം ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതേപോലെ തന്നെ എനിക്ക് മെഡിക്കലിന് വേണ്ടിയിട്ട് ആൾ എൻ്റെ കൂട്ടിന് വന്നിട്ടുണ്ടായിരുന്നു. ഡോണുവിനെ ഞാൻ ആളെ ഏൽപ്പിച്ചിട്ടാണ് ഉള്ളിലേക്ക് കയറിപ്പോയത്. പിന്നെ എനിക്ക് അത്ര ഡിലേ ഒന്നും വന്നിട്ടുണ്ടായില്ല, വേഗം തന്നെ എല്ലാം കഴിഞ്ഞു കേട്ടോ. അതേപോലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ബ്ലഡും കളക്ട് ചെയ്തു. പിന്നെ എക്സ്റേ ഉണ്ടായിരുന്നു, എക്സ്റേയും കഴിഞ്ഞു. ഞങ്ങളിത് തിരിച്ച് അവിടെ തന്നെ എത്തി. അപ്പോൾ ഫുഡ് കഴിച്ചാലോ എന്നുള്ള പ്ലാനിലായിരുന്നു, കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ പിന്നെ എല്ലാം ചടപടേന്ന് കഴിഞ്ഞതല്ലേ, വേഗം പോയി ഫുഡ് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ വേഗം ഇറങ്ങുകയാണേ. ഒരു ഉമ്മ കൊടുക്കുമ്പോഴേക്കും ഭയങ്കര കാണിച്ചിട്ടുണ്ട്. ഇവർ രണ്ടുപേർക്കും ബിരിയാണി റൈസ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഈയിടെ ഒന്ന് പുറത്ത് പോകുമ്പോൾ കുറച്ചായിട്ട് ഞാനാണെങ്കിൽ ബിരിയാണി മാത്രമാണ് ഓർഡർ ചെയ്യുന്നത്. കാരണം അതും ഇതൊക്കെ ഓർഡർ ചെയ്ത് വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ചാച്ചനാണെന്നുണ്ടെങ്കിലോ നല്ല തൈര് കഞ്ഞിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇത്തവണ ഞാൻ ചാച്ചൻ്റെ പാത്രത്തിൽ കൈയിട്ട് വരാൻ നിന്നില്ല, കാരണം കഴിഞ്ഞ ദിവസം കൈയിട്ട് വാരിയതിന് ഞാൻ കുറേ കേട്ടായിരുന്നു കേട്ടോ. പിന്നെന്താ പറയുന്നവരും അവിടെ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ഇനിയും പാത്രത്തിൽ കൈയിട്ട് വാരും, കാരണം നമുക്ക് സ്വന്തം കിട്ടിയവൻ്റെ പാത്രത്തിലല്ലേ കൈയിട്ട് വരാൻ പറ്റുള്ളൂ, അല്ലാണ്ട് അപ്പുറത്തിരിക്കുന്ന ആളുടെ പാത്രത്തിൽ പോയി കൈയിട്ട് വരാൻ പറ്റില്ലല്ലോ. പിന്നെ ഇത് കഞ്ഞി ആയതുകൊണ്ടാണ് ഞാൻ വാരാഞ്ഞത്. എനിക്ക് അത്ര വലിയ താല്പര്യം അങ്ങനെ തോന്നിയില്ല, അത് കാരണം മാത്രം ഞാൻ വാരാഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇത് ചാച്ചനാണെന്നുണ്ടെങ്കിൽ അതങ്ങ് വടിച്ച് കുടിക്കുന്നുണ്ടായിരുന്നു, മീശമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആസ് യൂഷ്വൽ ഏതപ്പൻ ഒരു വാട്ടർമെലൺ ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് മുഴുവൻ കുടിക്കലൊന്നുമില്ല, കുറച്ച് കുടിച്ചിട്ട് അത് അങ്ങോട്ട് വെക്കും, ബാക്കി പിന്നെ നമ്മൾ കുടിക്കണം കേട്ടോ. അങ്ങനെ ഏതപ്പനും ഡോണുവിനും ഒരു വാട്ടർമെലൺ ജ്യൂസ് തന്നെ ഹാഫാക്കി കൊടുത്തു. അങ്ങനെ എൻ്റെ ബിരിയാണി കഴിക്കലും കഴിഞ്ഞു. നല്ലപോലെ വയറ് ഫുള്ളായിട്ടുണ്ടായിരുന്നു. നേരെ റൂമിൽ പോയിട്ട് ഒരു ഉറങ്ങാമെന്ന് വിചാരിച്ചു. ആസ് യൂഷ്വൽ പപ്പയുടെയും മോൻ്റെയും കുറേ ഡാൻസും പരിപാടികളൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് നമുക്കിനി അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.